PSC ശമ്പള വർധനയിൽ ഇടതുമുന്നണിയിൽ ഭിന്നത. സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് AITUC. മിനിമം വേതനം പോലും ലഭിക്കാത്ത ആയിരങ്ങൾ സംസ്ഥാനത്തുള്ളപ്പോഴാണ് സർക്കാർ നടപടിയെന്നും വിമർശനം. വർഷം 4 കോടിയുടെ അധിക ബാധ്യത ഉണ്ടാക്കുന്ന നടപടി ഇടത് സർക്കാരിന് യോജിച്ചതല്ലെന്നും ഉത്തരവ് റദ്ദാക്കണമെന്നും CPI തൊഴിലാളി സംഘടനയായ AITUC. PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ച നടപടിയിലാണ് ഇടതുമുന്നണിയിൽ നിന്ന് തന്നെ പ്രതിഷേധ സ്വരങ്ങൾ ഉയരുന്നത്. CPI അനുകൂല സംഘടനയായ AITUC സർക്കാർ നടപടിയിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തി. നടപടി ഇടത് സർക്കാർ നയമല്ലെന്നും AITUC വിമർശിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സ്കൂൾ പാചക തൊഴിലാളികൾ, ആശ, അംഗൻവാടി വർക്കർമാർ, പൊതുവിതരണ മേഖലയിലെ താൽക്കാലിക ജീവനക്കാർ തുടങ്ങി വിവിധ മേഖലയിലെ നിരവധി തൊഴിലാളികൾക്ക് അർഹമായ വേതനം പോലും കൊടുക്കുവാൻ സർക്കാരിന് കഴിയാത്ത സ്ഥിതിയാണ്. സർക്കാർ പ്രഖ്യാപിച്ച മിനിമം വേതനം പോലും ലഭിക്കാതെ നാമമാത്രമായ വേതനം കൊണ്ട് ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾ നിലവിലുള്ളപ്പോൾ ഇത്തരം വിഭാഗത്തെ പരിഗണിക്കാതെയുള്ള തീരുമാനം ഇടതുമുന്നണി സർക്കാരിന് ഭൂഷണമല്ലെന്നും AITUC കുറ്റപ്പെടുത്തുന്നു. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ വർഷം 4 കോടിയുടെ അധിക ബാധ്യത ഉണ്ടാക്കുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിച്ചതെന്നും ഇതിൽ നിന്ന് പിന്മാറണമെന്നും AITUC വിമർശിക്കുന്നു. വാർത്താക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ജനം, തിരുവനന്തപുരം.